എല്ലാവർക്കും ലൈമൻ ചില്ലീസിലേക്ക് സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമായിട്ട് തിന്നാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് ചായക്കാണെങ്കിലും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ക്ഷീണിച്ച് വരുമ്പോൾ ചൂടോടെ ഒരു ബ്രെഡ് ഓംലെറ്റ് ആയാലോ ഇന്ന്? അധികം സംസാരിച്ച് നിൽക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം സാധനങ്ങൾ മതി. 5 മിനിറ്റിനുള്ളിൽ വയറ് നിറയുകയും ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. കുട്ടികൾക്കൊക്കെ എരിവ് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ചെറുതായിട്ട് തന്നെ മുറിക്കണം. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. അതും വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ നമുക്ക് ബ്രെഡ് വേണം. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഈ മുറിച്ചു വെച്ച പച്ചമുളകും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മാക്സിമം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആവുമ്പോൾ മുട്ട നല്ല പഫി ആയിട്ട് കിട്ടും. അപ്പോൾ ബ്രെഡ് ഓംലെറ്റിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ബ്രെഡ് ചെറുതായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഇവിടെ ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാ സൈഡിലേക്കും ഇതുപോലൊന്ന് ആക്കി കൊടുക്കണം. ഇനി ഈ മുട്ട ഡ്രൈ ആകുന്നതിന് മുന്നേ ബ്രെഡ് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം തിരിച്ചു വയ്ക്കുക. അതുപോലെ ഓരോ ബ്രെഡും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കണം. ഇനി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം. മുട്ട അധികം ഫ്രൈ ആവരുത്. കുറച്ച് ആയാൽ തന്നെ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട നല്ലോണം ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡ് ഓംലെറ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തിരിച്ചിട്ടിനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ ആ സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം. എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്.